എത്രയോ കാലങ്ങളായിട്ട് രാമായണത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. നിങ്ങളുടെയൊക്കെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. യോഗ്യതയൊന്നുമില്ല, അറിയില്ല, ഭഗവാന്റെ ഒരു ഇച്ഛയായിരിക്കാം. എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എത്ര കേട്ടാലും ആരിൽ നിന്ന് കേട്ടാലും അതൊക്കെ നമ്മുടെ സ്പിരിച്വൽ അക്കൗണ്ടിൽ അവിടെ കിടന്നോളും. അപ്പം എന്തായാലും നമുക്ക് വീണ്ടും വീണ്ടും ചർച്ച ചെയ്തിരിക്കുക ഭഗവാനെ കുറിച്ചിട്ട്. ഇപ്പം രാമായണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാമായണ മാസം എന്ന് പറഞ്ഞിട്ട് ഒരു മാസമായിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് നിത്യം വായിക്കേണ്ടതാണ്. രാമായണം, അതേപോലെ ഭഗവത്ഗീത, ഭാഗവതമൊക്കെ മഹത് ഗ്രന്ഥങ്ങളാണ്. അത് നമ്മൾ എന്താ പറയുക, നിത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലേ, നമ്മുടെ പ്രഹ്ലാദൻ പറയണ പോലെ കൗമാര ആചരത് പ്രാജ്ഞോ എന്നാണ് പറയുക. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു അഭ്യാസം നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പം അധികം സമയമൊന്നും വേണ്ട, ആത്മീയ പാതയിൽ മുന്നേറാനെന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയാണ്. എന്തായാലും മനുഷ്യജന്മം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ഈ ഒരു പരമമായ ധർമ്മം അനുഷ്ഠിച്ചേ തീരൂ. ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ സമയം വെച്ചിരിക്കുന്നുണ്ടാവും. അതേപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അവസരം വന്നു, നമ്മളിത് മനസ്സിലാക്കി ഒരുപാട് കാലം പാരായണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഫിലോസഫി തത്വങ്ങൾ എത്രത്തോളം നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട്. നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അതേപോലെ നാരായണീയം നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് വന്നുള്ളത്. ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, എങ്ങനെ ആ ടൂണ് എങ്ങനെ ഭംഗിയാക്കണം എന്നാണ് നമ്മൾ. ഉഷലാമയൊക്കെ അവിടെ വായിക്കുമ്പോൾ ഞാനിവിടെ തൊട്ടടുത്താകുമ്പോൾ ആ ടൂണിലാണ്, അതാണ് ആദ്യം ആ ശ്രവണം. ആ കീർത്തനത്തിന് ഭംഗി എത്രയായാലും ആവശ്യമാണ് അല്ലേ. അങ്ങനെ കേൾക്കുമ്പോഴാണ് ആ ഒരു ആകർഷണം, ഭഗവാന്റെ ഇതിങ്ങനെ കീർത്തിക്കുമ്പോഴുള്ള ഒരു ആകർഷണം, ഭഗവാന്റെ രൂപത്തിനോടുള്ള ഒരു ആകർഷണം. ഇതൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്താൽ അത് മതി പിന്നീട് ഒരിക്കൽ ഭക്തിയിലേക്ക് ഒരാൾ വരാം. ഭഗവാന്റെ പ്രസാദം ഒരു വട്ടെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഭഗവാന്റെ നാമം ജപിക്കുക, ആ നാമത്തിനോട് ആകർഷണം, ഭഗവാന്റെ രൂപത്തിനോട്. അപ്പൊ ഇങ്ങനെയൊക്കെ വായിക്കാനും പാരായണം ചെയ്യാനും ഒക്കെ ഒരാള് വരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് ആദ്യത്തെ സ്റ്റെപ്പാവണം. ഒരുപാട് സ്റ്റെപ്പുകൾ കയറാണ്ട് ഭക്തിയിൽ. പിന്നെ നമ്മൾ അത് ആചരിച്ച് അഭ്യസിച്ച് എന്താണ് അതിൻ്റെ ഉള്ളിൽ, എങ്ങനെയാണ് നമ്മുടെ ജന്മം സഫലമാക്കേണ്ടതെന്നുള്ള രഹസ്യങ്ങൾ, സർവകാരണം രാമായണത്തിലൂടെ പോകുമ്പോഴായാലും നമുക്ക് 2 കാരണങ്ങൾ കാണും. അതിലത്തെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ പഠിക്കണം. നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ പകർത്താനുള്ളത്. ഒരുപാട് ടീച്ചിങ്സാണ് നമുക്ക് രാമായണം തരുന്നത്. കൃഷ്ണലീലകൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ്, ലീലാ പുരുഷോത്തമനാണ്. ശ്രീരാമൻ ഏതാണ്, മര്യാദ പുരുഷോത്തമൻ. അപ്പൊ ആ ലീലകൾ നമുക്ക് ഒരിക്കലും എന്താണ് അനുകരിക്കാൻ പറ്റില്ല. മഹാദേവനെ അനുകരിക്കാൻ പോയാൽ എന്താണ്, മഹാദേവന്റെ ഭക്തന്മാര് വെറും വിഡ്ഢികളായി മാറും. എങ്ങനെയാണ് കാളുകൂട വിഷം കഴിച്ചാൽ അതേപോലെ ഭക്തന്മാര് കാളുകൂടം വിഷം കഴിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതേപോലെയാണ് ശ്രീകൃഷ്ണനെ അനുകരിക്കാൻ പോയാൽ എങ്ങനെ സാധ്യമാകും. അപ്പൊ അവരൊക്കെ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ലീലാ പുരുഷോത്തമനാണ്. പക്ഷെ നമ്മുടെ ശ്രീരാമൻ എങ്ങനെയാണ്, മര്യാദാ പുരുഷൻ, ഒരു സാധാരണ മനുഷ്യന്റെ പോലെ അല്ലേ. അത് ഉദ്ദേശിച്ച് നമുക്ക് കാണിച്ചു തരുന്നു എങ്ങനെയാണ് ഒരു മനുഷ്യ ജന്മം പൂർണ്ണമാക്കാൻ, എങ്ങനെയാണ് ആ ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് ശരിയായി കാണിച്ചു തന്നിട്ടുള്ളതാണ് ശ്രീരാമൻ. അപ്പോൾ ഓരോ ഭഗവാന്റെ അവതാരത്തിനും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം രാവണ നിഗ്രഹം. അപ്പം രാവണൻ ആരാന്ന് എല്ലാവർക്കും അറിയാം, ജയവിജയന്മാരാണ്. ഹിരണ്യകശിപുവായിട്ട് വന്നു, പിന്നെ ഇപ്പോൾ ആരാണ്, രാവണ അവതാരമായിട്ട് വന്നു, പിന്നെ ആരാണ്, ശിശുപാലൻ, ദന്തവക്രൻ, അങ്ങനെ സ്റ്റെപ്പായിട്ട് 3 പടി വരുന്നുണ്ട്. നമ്മുടെ ജയവിജയന്മാര് അവതരിക്കുന്നുണ്ട്. അപ്പൊ ആ രാവണ നിഗ്രഹം ആണെങ്കിലും കൂടി അത് ഒരു ഇപ്പൊ രാവണ നിഗ്രഹം ഭഗവാന് അവിടെ വെച്ച് ചെയ്യാലോ, ഭഗവാന്റെ ലോകത്തിൽ നിന്നിട്ട് അത് ചെയ്യാലോ.
പക്ഷെ എന്തിനാണ് നമുക്ക് വേണ്ടിയിട്ട് വരികയാണ് ഭഗവാൻ ഈ മനുഷ്യജന്മം സഫലമാക്കാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാരായണത്തിലൂടെ നിങ്ങൾ ഒരുപാട് കാലം സഞ്ചരിച്ചിട്ടുള്ളവർക്ക് ആയതുകൊണ്ട് തന്നെയാണ് അതിലത്തെ ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും ആ സ്തുതിയൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, രോമങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി വരും. എത്ര നമ്മൾ വായിച്ചാലും അത്രയും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ ആധ്യാത്മിക രാമായണം വർണ്ണിച്ചിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലത്തെ ഓരോ വേടുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ. അപ്പം അങ്ങനെ നമുക്ക് ഈ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് കുറച്ചൊന്ന് ടച്ച് ചെയ്ത് പോകാനിപ്പോൾ നമുക്ക് നേരമുള്ളൂ. എല്ലാ കഥാപാത്രങ്ങളെയും വിശദമായിട്ട് പറയാൻ ഒന്നാമത് എനിക്ക് അതിനുള്ള ഇതൊന്നും ആയിട്ടില്ല. ഇപ്പം ചെറുതായിട്ടായാലും ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഈ രാമായണത്തിലൂടെ നമുക്ക് വലിയൊരു ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അല്ലേ ഓരോ ഭാഗങ്ങളും നമുക്ക് കാണാം. ഓരോ കഥാപാത്രങ്ങൾ എടുത്തെടുത്ത് എണ്ണി നോക്കുമ്പോൾ നമുക്ക് കാണാം. അതിൽ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം നമ്മുടെ ദശരഥ മഹാരാജാവ്. ദശരഥ മഹാരാജാവിന് ആദ്യത്തെ പുത്രി ആർക്കറിയാൻ പേര്? ശാന്ത. ശാന്ത മകളായിട്ട് വരുമ്പോൾ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആരാണ്? രോമപാദർ. രോമപാദർക്ക് കുട്ടികളില്ലാത്ത ആദ്യമായിട്ട് ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നത് ശാന്ത. പുത്രിയായിട്ട് വന്നാലും തൻ്റെ സുഹൃത്തിന് കുട്ടികളില്ലല്ലോ, അപ്പം ആ സുഹൃത്തിനെ വളർത്താൻ കൊടുക്കണം. അപ്പം ആദ്യത്തെ ഒരു ത്യാഗം നോക്കൂ, എങ്ങനെ സാധ്യമാകും നമുക്ക്? അവിടെ ഒരു മകളായത് കൊണ്ടല്ല. അപ്പൊ ആ സുഹൃത്തിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, അവിടെ ആ ഒരു വാക്ക് സഫലമാക്കുക. അപ്പൊ രാമായണത്തിലൂടെ ആ വാക്കുകൾക്ക് ക്ഷത്രിയൻ, സൂര്യവംശം, ഇഷാബു വംശജര് വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ജീവൻ പോയാലും പറഞ്ഞ വാക്കിന് വില കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ത്രേതായുഗം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ കാണാം ശാന്ത എന്ന് പറഞ്ഞ കുട്ടീനെ അവിടെ വളർത്താൻ കൊടുക്കുന്നത്. അതന്നെ ഒരു വലിയൊരു ത്യാഗത്തിൻ്റെ കഥയാണത് അല്ലേ. അതേപോലെ തന്നെ ദശരഥ മഹാരാജാവ് കൈകേയിക്ക് ഇങ്ങനെ ഒരു വലിയൊരു സംഭവം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ലെങ്കിലും കൂടി ആ ഒരു വാക്ക് അവിടെയും കൊടുത്തു. ഗംഭീരാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ആ ഒരു ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം എങ്ങനെയാണ് അവരതിനെ ജീവിതത്തിൽ എങ്ങനെ അതിനെ ആ പ്രതിസന്ധിനെ നേരിട്ടു എന്നുള്ളത്. അവിടെയും ആ വാക്കിനെ സഫലമാക്കാൻ വേണ്ടിയിട്ട് എത്ര സഹിച്ചു. സഹനവും കാണാം, ത്യാഗവും കാണാം. സർവ്വതും അവിടെ ത്യജിക്കുകയാണ്. തൻ്റെ എന്താ ചെയ്യേണ്ടെന്നുള്ള അവസ്ഥയിൽ എങ്ങനെ സഹിക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ സഹനം ആണ് നമ്മുടെ മനുഷ്യജന്മത്തിൽ സഹിക്കാൻ പറ്റുന്നതും ത്യാഗത്തിൻ്റെ കഥയാണ് രാമായണം. അപ്പം അങ്ങനെ തൻ്റെ അതേപോലെ തന്നെ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെ കൊണ്ടുപോകാൻ വരുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെയും കുറേ പറഞ്ഞു നോക്കി, ഞാൻ വരാം എന്നുള്ളത് അല്ലേ. ഒട്ടും താല്പര്യമില്ലെങ്കിലും അവിടെ വിശ്വാമിത്ര മഹർഷിക്ക് ആദ്യം വാക്ക് കൊടുത്തു. എന്തുണ്ടെങ്കിലും ഞാൻ സാധിപ്പിച്ചരാന്ന് പറഞ്ഞു. ആ വാക്കിനവിടെ സാധിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പം ഇന്നൊന്നും നമുക്ക് വാക്കുകളൊക്കെ വെറും അനർത്ഥല്ലേ. ഇന്ന് പറഞ്ഞാൽ നാളെ ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്ന് ചോദിക്കണ കാലഘട്ടമാണ്. വാക്കുകൾക്ക് യാതൊരു വിലയില്ല, ഒന്നിനും ഇതില്ലാണ്ട് പോയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പോണുണ്ടെങ്കിലും കൂടി എത്ര പേര് അത് ജീവിതത്തിലേക്ക് നമ്മൾ പകർത്താൻ ശ്രമിക്കാൻ പറ്റുന്ന ഒരു സാഹിത്യം തന്നെയാണ് നമ്മുടെ രാമായണം. അതുപോലെ തന്നെ നമുക്ക് കൗസല്യ ദേവി എന്താണ് ആ ഒരു റാണി സ്ഥലത്ത് ശ്രീരാമൻ്റെ അമ്മയായിട്ട് പോലും അവിടെ സഹനം കുറച്ച് ദശരഥ മഹാരാജാവിനെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും കൂടി ആ ധർമ്മത്തിൽ നിന്ന് ഭർത്തധർമ്മം അല്ലെ, ഒരു പത്നിയുടെ ധർമ്മം പത്നി ധർമ്മം എങ്ങനെ അനുഷ്ഠിച്ചു എന്നുള്ളതും അതേപോലെ ആ ഭഗവാന് വേണ്ടിയിട്ട് പുത്രന് വേണ്ടിയിട്ട് അവിടെ സഹിച്ചതും നമുക്ക് കൗസല്യദേവിയിലും കാണാം.
അതേപോലെ തന്നെ അടുത്ത വലിയൊരു കഥാപാത്രമാണ് ലക്ഷ്മണൻ്റെ അമ്മയായിട്ടുള്ള ശത്രുഘ്നൻ്റെ അമ്മയായിട്ടുള്ള സുമിത്രാദേവി പറയാൻ വാക്കുകളില്ല. നമ്മൾ മറ്റുള്ള ദേവിമാരൊക്കെ ഒരു രാജവംശത്തിൽ നിന്നാണ് വന്നതെങ്കിൽ സുമിത്രാദേവി വൈശ്യ കുടുംബത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എന്നിട്ടും അവിടെ എങ്ങനെയാണ് ആ രണ്ട് മക്കളും, ശ്രീരാമന്റെ കൂടെ ലക്ഷ്മണൻ പോകുന്നു, ഭരതന്റെ കൂടെ ശത്രുഘ്നനും നടക്കുന്നു. അവിടെ രാമായണം എന്ന് പറഞ്ഞാല് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചത്. മഹാഭാരതം എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. ഇതെന്ന് വെച്ചാല് ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കണം. നോക്കൂ, ഒരു അമ്മയ്ക്ക് എങ്ങനെ സാധ്യമാകും? സ്വന്തം വീട്ടിൽ തന്നെ മക്കള് പാർഷ്യാലിറ്റി കാണിക്കുമ്പോൾ നമ്മുടെ മഹാഭാരതം നോക്കൂ, കൗരവരും പാണ്ഡവരും തമ്മില് എങ്ങനെയാന്നുള്ളത് ഇവിടെ നോക്കൂ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? സുമിത്രയുടെ ഒറ്റ കഴിവുകൊണ്ടാണ് അവിടെ ലക്ഷ്മണനും രാമന്റെ കൂടെ ഭരതന്റെ കൂടെ ആരാണ് ശത്രുഘ്നനും എപ്പോഴും ഒരു വിട്ടുവീഴ്ചയില്ല. എവിടെ എന്താ രാമൻ പറയണ, എന്താ ഭരതൻ പറയണെന്നുള്ള അതിന്റെ പിന്നാലെ ആ വാക്കിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു എന്താ ലക്ഷ്മണന്റെ പേരെന്താ വിളിക്കുക? സൗമിത്രയെന്ന് വിളിക്കൂല്ലേ? അങ്ങനെയല്ലേ വിളിക്കുക? അപ്പൊ ആ അമ്മയുടെ ആ സുമിത്രാദേവിയുടെ മഹത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ തൻ്റെ മക്കൾക്ക് എൻ്റെ ശ്രീരാമനെ അച്ഛനായിട്ടും സീതാദേവിനെ ഞാനായിട്ടും കണ്ടിട്ട് വേണം പോവാൻ, യാത്ര ചെയ്യാന്നുള്ളതൊക്കെ എങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലൊന്ന് നോക്കൂ. നമ്മൾ ഒരു കുടുംബത്തില് വ്യത്യസ്തമായിട്ട് സ്വന്തം റിലേറ്റീവ്സ് എങ്ങനെയാണ് ആ ബന്ധങ്ങൾ പോകണമെന്നുള്ളത് നോക്കൂ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ആ ധർമ്മം അനുഷ്ഠിച്ചത്, ഒരു മക്കളെ എങ്ങനെ വളർത്തി എന്നുള്ളതൊക്കെ അതൊക്കെ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫിലോസഫി തത്വങ്ങളൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. അതേപോലെ തന്നെ അടുത്തത് ആരാണ്? കൈകേയിനെ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ആർക്കും ഒട്ടും താല്പര്യമില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പം അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്. അസോസിയേഷൻ, ആരായിട്ടാണ് നമ്മൾ സംഘം ചേർന്നത്, ആ സംഘത്തിനെ എങ്ങനെ കീഴടക്കാൻ പറ്റുന്ന ഒരു മെന്റലി നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണം. മെന്റലി അത്രയും പക്വത ഇല്ലാത്തവരെയാണ് ഇതേപോലെ സംഘം നമ്മളെ തെറ്റിക്കും. പ്രത്യേകിച്ച് കലിയുഗത്തിലെ ഭക്തസംഘത്തിൽ നിന്ന് വേറിട്ടാല് എന്ത് സംഭവിക്കും? വീഴ്ച സംഭവിക്കും. അപ്പൊ ആ കൈകയുടെ ചിന്തകളിലേക്ക് അവിടെ മന്ദര എന്താണ് അയോധ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധം ഇല്ലാത്തതാണ് അയോധ്യ എന്ന് പറഞ്ഞത്. മനസ്സുകളിലും ഒരു യുദ്ധമല്ല, അകമല്ല പുറത്തും എന്താണ് യുദ്ധമില്ലാത്ത സ്ഥലമാണ് അയോധ്യ. ആ അയോധ്യയിൽ ഇത്രയും വലിയ യുദ്ധത്തിലേക്ക് നയിച്ച ആ മന്ദര അടുത്തത് ആർക്കാണ് ആ വിഷം പകർന്ന് കുത്തിവെച്ചത്? കൈകേയി അല്ലേ? അപ്പൊ സംഘത്തിലേക്ക് സംഘം ശരിയായില്ലെങ്കിൽ നമ്മൾ ആകെ നാശത്തിലേക്ക് പോകും. അത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. ധ്യായുതോ വിഷയാ പുംസ സംഘസ്തേഷു ഉപജായതേ സംഘ സംചായതേ കാമ ക്രോധ അഭിചായതേ. അപ്പോൾ ഈ സംഘം ശരിയായില്ലെങ്കിൽ നമ്മൾ പല വിഷയങ്ങളിലേക്ക് നമ്മൾ പോയിട്ട് പിന്നെന്താണ്? കാമം വന്ന് ക്രോധമായിട്ട് മാറി അല്ലേ? എന്താണ്? സർവനാശത്തിലേക്ക് പിന്നെ സംഭവിക്കുന്നത്. അപ്പോൾ കൈകേയി നമുക്ക് വളരെ വലിയൊരു പാഠാണ് പഠിപ്പിച്ചിരുന്നത്. ഒരാളുടെ തന്നെ വാക്ക് കേട്ടിരിക്കുമ്പോൾ അയാൾ പറയുന്നത് ശരി തന്നെയാണെന്ന് തോന്നും നമുക്ക്. മനസ്സിലായി? അതാ പറയുന്നത്, നമ്മളുടെ കൂടെ ഉള്ളത് ആരാണെന്നുള്ള വിവേകബുദ്ധി നമുക്ക് വേണം. ഏത് സംഘത്തിൽ പെട്ടിട്ടുള്ളവരാണ്, നമ്മളെ എന്തിലേക്കാണ് ഉയർത്തുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വിവേചനം ഈ മനുഷ്യജന്മത്തിൽ വേണം നമുക്ക്. പിന്നെ ഏത് ജന്മത്തിലാണ് കിട്ടുക? ആ തിരിച്ചറിവ് നേടാനുള്ള പ്രാപ്തി എല്ലാവരിലും ഉണ്ട്. പക്ഷെ എന്താണ്? എല്ലാവരും ആ മായയില്
കൈകേയിക്ക് അവിടെ മായ ബാധിച്ചു അല്ലെ. അവസാനം മനസ്സിലാവുന്നുണ്ട് എന്തായാലും കാരണം രണ്ട് കാരണം നമുക്ക് കാണാം. വലിയൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് അവിടെ നയിച്ചത്. കൈകേയി മന്ദരയൊക്കെ ആ ഒരു വലിയൊരു ലക്ഷ്യം, രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ടും ഭഗവാന്റെ ഈ ലീലകളൊക്കെ നമുക്ക് ഭക്തന്മാർക്ക് ആസ്വദിക്കാനും വേണ്ടിയിട്ട് അവരൊക്കെ അതിനൊക്കെ നിയോഗിക്കപ്പെട്ടിട്ട് വന്നു ചേർന്നിട്ടുള്ളവരാണ് ലീലകളിലൂടെ. എന്തായാലും നമുക്ക് ഈ പുറമെ കാണുന്ന ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ആത്മീയ ചിന്തയിലൂടെ വേണം നമ്മൾ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ. വെറും ഈ അസൂയാണ് വരിക പിന്നെ അല്ലേ. അവിടെ ഒരു അസൂയയുടെ വിത്താണ് വന്നത്. ഈ അസൂയാണ് ഗ്രഹമേദികൾ എന്നാണ് പറയുക. അപ്പൊ ഗൃഹസ്ഥർക്ക് മുഴുവൻ പരസ്പരം അസൂയ. ഇവിടെ മുഴുവനും അസൂയാണ് പരസ്പരം. അപ്പൊ ആ അസൂയ മാറണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഭക്തി ചെയ്തേ പറ്റൂ. ഭഗവാനുമായിട്ട് ചേർന്ന് പോവുക. നമ്മുടെ ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിലൊക്കെ ഇതേപോലെ അസൂയ വളർന്ന് വീണ്ടും വീണ്ടും ജന്മങ്ങൾക്കൊക്കെ കാരണമാകുന്നതാണ് ഭഗവത്ഗീതയും രാമായണവും ഭാഗവതം എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലും ഓരോ കൈകേയിമാരുണ്ട്. അപ്പൊ അതെപ്പോഴാണ് അത് പൊട്ടിമുളച്ച് അസൂയ വന്ന് ആകെ സർവനാശത്തിലേക്ക് എപ്പോഴാ പോവുക എന്നുള്ളത് നമുക്ക് അറിയണില്ല എന്ന് മാത്രം. അതറിയാതെ അത് സംഭവിക്കും. മര്യാദ പുരുഷോത്തമനെ കുറിച്ച് എന്താണ് പറയാൻ? വാക്കുകളല്ല. എന്തായാലും ശ്രീരാമനെ ആ അച്ഛൻ പറയാണ്ട് തന്നെ അച്ഛൻ്റെ വാക്കിനെ എങ്ങനെ കൊണ്ടുവന്നു? അച്ഛൻ പറഞ്ഞില്ല മോനെ നീ കാട്ടിലേക്ക് പോകുന്നു. അവിടെ അച്ഛനെ മനസ്സിലാക്കണം. അച്ഛൻ കൊടുത്ത വാക്കിനെ ആ മകൻ അവിടെ പ്രാബല്യത്തിൽ വരുത്തണം. ആ വാക്ക് അതാണ് ആ വംശ പരമ്പരേനെ ആര് കൊണ്ടുവരികയാണ്? ശ്രീരാമചന്ദ്ര ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്. അച്ഛൻ്റെ വാക്കുകളെ ഭഗവാൻ സാഫല്യമാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അതൊരു വലിയൊരു ടീച്ചിങ്ങാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പിന്നീട് നമുക്ക് ശ്രീരാമൻ്റെ ഒരുപാട് ലീലകൾ നിറയെ ശ്രീരാമൻ്റെയാണ്. മെയിനായിട്ട് മാത്രം ഞാൻ പറയാം, ഇവിടെ സമയം കുറവുള്ളതുകൊണ്ടും മെയിനായിട്ടല്ല അതിലേക്കൊന്ന് ടച്ച് ചെയ്ത് പോകുന്നു. ശ്രീരാമൻ ഒരിക്കലും സീതാദേവീനെ ഉപേക്ഷിച്ചിട്ടില്ല. കുറേ പേര് എനിക്ക് പോലും ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം അത് മാത്രമായിരുന്നു എനിക്ക് ശ്രീരാമന് ഭഗവാനോട് ആകർഷണം ഉണ്ടാവാണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് സീതാദേവീനെ ഉപേക്ഷിച്ചത് എന്നുള്ളതിന് ഉത്തരം എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ കറക്റ്റ് ഭഗവത്ഗീതയിലെ ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനോട് ഉപേക്ഷിക്കുന്നത് നീ ക്ഷത്രിയനാണ്, ക്ഷത്രിയ ധർമ്മം ചെയ്യണം. അവിടെ ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് തൻ്റെ ബന്ധുമിത്രാദികള് കോർട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ ജഡ്ജി എന്ത് ചെയ്യണം? ഇതെന്റെ ബന്ധുമിത്രാദിയാണ്, ഞാൻ അവർക്ക് വിധി പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ പാടും. അതേപോലെ ക്ഷത്രിയൻ ഒരു ഭരണത്തിലാണ് രാജാവായിട്ട് വന്നെടുക്കുന്നത് ശ്രീരാമൻ അല്ലേ. അപ്പൊ അവിടെ പ്രജകൾ എന്ന് പറഞ്ഞാല് സ്വന്തം മക്കളെ പോലെയാണ്. ആ പ്രജകൾക്ക് അവിടെ ഒരു ഭർത്താവ് എന്നുള്ളതിനേക്കാളും എന്താണ്, അതാണ് അവിടെ ബന്ധുമിത്രാദികള്. അർജുനൻ മുന്നിൽ നിൽക്കുമ്പോൾ ഇത് തന്റെ ബന്ധുമിത്രാദികളാണ്, സുഹൃത്തുക്കള്, ഗുരുജനങ്ങള് എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ എന്താണ് അവിടെ വലിയൊരു ടീച്ചിങ് കൊടുക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ. അവിടെ ക്ഷത്രിയധർമ്മം. അതേപോലെ ഇവിടെ ശ്രീരാമന് ഡ്യൂട്ടീസ് രാജാവാണ്, അതിനാണ് പ്രാധാന്യം. അവിടെ ശ്രീരാമചന്ദ്ര ഭഗവാൻ നമുക്ക് നോക്കൂ, ആ രാജാവ് ക്ഷത്രിയന്മാർക്ക് എത്ര ഭാര്യമാരും വേണമെങ്കിലും സ്വീകരിക്കാം. നമ്മുടെ ദശരഥ മഹാരാജാവിന് ഉണ്ടല്ലോ, എന്നിട്ട് പോലും ഒരു സീതാദേവിക്ക് അറിയാം ഇത് എന്നെ ഒഴിവാക്കിയിട്ട് വേറൊരു ഭാര്യനെ കൊണ്ടുവരാനല്ല. അവിടെ സീതാദേവിയുടെ മഹത്വം പിന്നെ പറയാനില്ല. അവിടെ ഒരു പ്രതികരണം ഉണ്ടായില്ല അല്ലെ. എന്താ ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചിട്ട് ബഹളം ഉണ്ടാക്കുക ഒന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട്? അപ്പൊ അതും നമുക്ക് വലിയൊരു മനസ്സിലാക്കുകയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ എന്താണ് ചെയ്തത്? ആ സ്വർണ്ണ സീതേനെയാണ് അവിടെ ഒരു യാഗം ചെയ്യുമ്പോൾ പത്നി സമേതനായിട്ട് വേണം യാഗം ചെയ്യും. അപ്പൊ അവിടെ സ്വർണ്ണ സീതേന. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഏകപത്നി വ്രതം എല്ലാ ഭാര്യമാരും എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് കലിയുഗത്തില് എന്താണ് സംഭവിക്കുന്നത്? ഓരോ ഡ്രസ്സ് മാറുന്ന പോലെയാണ്
ഭാര്യ ഭർത്താക്കന്മാരിങ്ങനെ മാറി മാറി കൊണ്ടിരിക്കുകയാണ് അല്ലേ, പുതിയത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് കാലത്തും രാമായണം അത്രയും പ്രസക്തമായി ഇരിക്കാനുള്ള കാരണങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ വലിയൊരു ഉത്തരമാണ്, ശ്രീരാമചന്ദ്രൻ ഒരിക്കലും ഒരു ഭർത്താവ് എന്ന നിലയിൽ സീതാദേവിയെ ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ സീതാദേവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഏത് രാമായണത്തിലൂടെ നമുക്ക് പോകുമ്പോൾ കാണാം, അത്രയും സീതാദേവി അത്രയും ശക്തയാണ് അല്ലേ. അതേപോലെ തന്നെ എന്താ പറയുക, തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രവർത്തിക്കുന്നതൊക്കെ ഓരോ ഘട്ടത്തിൽ. വേറെ ഒന്നുമില്ല, ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോകണ്ടോ, ഞാനുണ്ട്, വേറെ ഒന്നുമില്ല അവിടെ, എല്ലാറ്റിനും റെഡിയാവാണ് അല്ലേ. അപ്പൊ ഒരു പത്നി ധർമ്മം എന്ന് പറഞ്ഞാല് നല്ല കാര്യങ്ങൾക്ക് പതിയുടെ കൂടെ നിൽക്കണം. ഇപ്പൊ കാര്യങ്ങൾ ഭർത്താക്കന്മാർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ പാടില്ല. പക്ഷെ എന്ത് വേണം, ഒരു നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ സീതാദേവിയുടെ ഉറച്ച തീരുമാനത്തിന്റെ മുന്നിൽ ശ്രീരാമചന്ദ്രന് പോലും ഒന്നും പറയാൻ പറ്റുന്നു. അതേപോലെ തന്നെ ഇത്രയും ശക്തമായിട്ടുള്ള രാവണൻ അല്ലേ, സ്വർണ്ണ ലങ്കയാണ്. ആ രാവണന്റെ മുന്നിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക? ഒരു സാധാരണക്കാരായ നമ്മളെല്ലാവരും വീഴ്ച സംഭവിക്കും. ഒരു വാക്ക്, ഒരു യെസ് എന്ന് പറഞ്ഞാൽ മതി എല്ലാം സാധിപ്പിച്ചറിഞ്ഞ അത്രയും സ്വർഗീയമായിട്ടുള്ള, സ്വർഗത്തിനേക്കാളും വെല്ലുന്ന ആ ലങ്കയിലുള്ള ആ രാവണന്റെ മുന്നിൽ എങ്ങനെ സീതാദേവിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ആർക്കും സാധ്യമല്ല. അപ്പോൾ അത്രയും പറയാൻ വയ്യ സീതാദേവിയുടെ മഹത്വം. അതേപോലെ തന്നെ തൻ്റെ ഇത്രയും വലിയ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് ഇല്ല കൂടെ, ഒരു ഇതും ഇല്ലാണ്ടും അങ്ങനെ ആ 2 മക്കളെ വളർത്താൻ, അതാണ് സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഥയാണ് രാമൻ. ഓരോ കഥാപാത്രങ്ങളും അത്ര സഹിച്ചിട്ടാണ് അവിടെ ജീവിത ലക്ഷ്യം പ്രാപ്തമാക്കി. അപ്പൊ അങ്ങനെ സീതാദേവീനെ അതേപോലെ തന്നെ വേണ്ടുന്ന സമയത്തൊക്കെ ആ പക്വത കാണിച്ചു. അതേപോലെ തന്നെ അവസാനം വരുമ്പോഴോ എന്നെ പിന്നെ മക്കളെയൊക്കെ അതേപോലെ വളർത്തിയില്ലേ. ഇനി ശ്രീരാമചന്ദ്രനെ സഹായിക്കേണ്ടവരാണ്, അടുത്ത രാജകുമാരന്മാരാവേണ്ടതാണ്. അതിന് വേണ്ടുന്നുള്ള എല്ലാ തരത്തിലുള്ള യോഗ്യത വരുത്തി യോദ്ധാക്കളാക്കി വളർത്തി. പിന്നെന്താണ് സംഭവിച്ചത്? സീതാദേവീനെ പിന്നെ കിട്ടിയില്ല അല്ലേ. അപ്പൊ അത്രയും നോക്കൂ, എവിടെ നല്ല തീരുമാനമെടുക്കാനും എവിടെ നിൽക്കേണ്ടടുത്ത് നിൽക്കാനും ഒക്കെ നമുക്കൊക്കെ മാതൃകയാക്കേണ്ട രാമ ലക്ഷ്മണന്മാരെയൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. അതാണ് പറയുന്നത്, രാമായണം മാസത്തില് ഇപ്പൊ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. രാമായണ മാസം എന്ന് പറയുന്ന ഈ ഒരു മാസത്തിലെങ്കിലും നമ്മൾ ഇതൊക്കെ ഓർക്കാൻ ഇങ്ങനൊരു മാസം വെച്ചത് തന്നെ ഭാഗ്യം തന്നെ കരുതാനേ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ നിത്യം അഭ്യസിക്കേണ്ടതാണ്. ശ്രീരാമചന്ദ്ര ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഹനുമാൻ സ്വാമി ഇല്ലാണ്ട് പറ്റില്ല. ഹനുമാൻ സ്വാമിക്ക് എന്താണ് വേണ്ടത്? രാമനാമം. വേറെ ഒന്നുമില്ല അല്ലെ. അത്രയും നിഷ്കളങ്ക ഭക്തൻ, ദാസ്യഭക്തിയില് എന്താണോ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പ്രീതി കിട്ടാൻ ചെയ്യേണ്ടതെന്ന് മാത്രം ആലോചിച്ചിട്ട് അതേ മാത്രം ആരാണോ രാമനാമം ജപിക്കുന്നത് അവിടെ ഹനുമാന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആ രാമനാമത്തിന്റെ പ്രാധാന്യം നമുക്ക് കാണിച്ചു തരുന്നതാണ് ഹനുമാൻ സ്വാമി. അതേപോലെ രാമായണത്തിലൂടെ രാമന്റെ ആ വിജയത്തിനൊക്കെ പിന്നിൽ ഹനുമാൻ സ്വാമിയുടെ ആ സഹായങ്ങൾ, ആ ദാസ്യഭക്തിയിൽ ഹനുമാൻ സ്വാമിയുടെ പേരാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണെങ്കിലും കൂടി അതിൽ രാമനാമം കൂടി വരുന്ന കാരണം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ അവിടെ രാമനാമം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ കൂടെ ബ്ലെസ്സിങ് കിട്ടണം. സീതാദേവിയുടെ നമുക്ക് കാണാം. സീതാദേവി ഒരു സിന്ദൂരത്തെപ്പോൾ ആ കഥ കേട്ടിട്ടില്ലേ? ഒരു സിന്ദൂരം നെറ്റിയിൽ ചേർത്തപ്പോൾ ഹനുമാൻ സ്വാമി ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനാ ഇടുന്നു ഇങ്ങനെ, ഇവിടെ നെറ്റിയിലൊക്കെ എന്തിനാ ഇടുന്നു?
അത് ശ്രീരാമചന്ദ്രന്റെ പ്രീതി കിട്ടാനാണ് എന്ന് പറഞ്ഞപ്പോ നിറയെ കുങ്കുമം ചാർത്തിയിട്ട് ഹനുമാൻ സ്വാമി വരികയാണ്. അപ്പൊ അത്രയും നിഷ്കളങ്ക ഭക്തിയാണ്. അപ്പൊ സീതാ ദേവിക്ക് മനസ്സിലായോ ഈ ഹനുമാൻ സ്വാമി ഹനുമാന്റെ അതുകൊണ്ടാണ് നമ്മുടെ ഗുരുവായൂർ കണ്ടിട്ടില്ലേ നിറയെ കുങ്കുമം ചാർത്തിയിട്ട്. അപ്പൊ ശ്രീരാമചന്ദ്രന്റെ പ്രീതി, ആ ഭഗവാന്റെ പ്രീതി മാത്രം ആലോചിക്കണുള്ളൂ. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമീനെ നമ്മളിവിടെ സ്മരിക്കണം എപ്പോഴും. രാമായണത്തിലെ ഹനുമാൻ സ്വാമീനെ പറ്റിയിട്ട് അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അണിമ ഗലിമ എന്ന് പറഞ്ഞിട്ട് എപ്പോൾ വേണേലും ചെറുതാവാം, എപ്പോൾ വേണേലും വലുതാവാം. അങ്ങനെ ഒരുപാട് കഴിവുകൾ നമുക്ക് ആയാലും ഉണ്ടെങ്കിൽ അത്രയും പവറായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇത് വരുമ്പോൾ അത് എന്തിനു ഉപയോഗിക്കണം എന്നുള്ളത് ഹനുമാൻ സ്വാമി കാണിച്ചു തരുന്നുണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് കാണാം അധികാരം പദവികളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ഇതിലൂടെ പഠിക്കണം അല്ലേ. ആ ഹനുമാന്റെ കഴിവുകളെ ഹനുമാൻ സ്വാമി മറന്നിരിക്കുന്നു. അപ്പൊ അതാണ് ഒരു ഭക്തൻ തന്റെ കഴിവുകളിലൊന്നും അഹങ്കരിക്കില്ല. ആ കഴിവുകൾ എന്തിനുപയോഗിക്കണം? ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ അവിടെ അഹങ്കാരം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അപ്പൊ ഹനുമാൻ സ്വാമിനെ ഈ സമയത്ത് നമുക്ക് സ്മരിക്കാം. അപ്പൊ രാവണൻ ആരാണ്? ഒരു ബ്രാഹ്മണ പുത്രനാണ്. 10 തല എന്ന് പറയുന്നത് എന്താണ്? അത്രയും ജ്ഞാനിയാണ്, സാമവേദ പണ്ഡിതനാണ് നമ്മുടെ രാവണൻ. ഇത്രയും ബുദ്ധിയും ഇത്രയും കഴിവുകളും ഇത്രയും അസുലഭമായിട്ടുള്ള എല്ലാ ഇതും കിട്ടിയിട്ട് എന്തു പറ്റി രാവണന്? എവിടെയാണ് വീഴ്ച വന്നത്? കാമം. അപ്പൊ കാമം എന്ന് പറയുന്നത് നമ്മള് ഓപ്പോസിറ്റ് ഉള്ള വ്യക്തികളോട് മാത്രമല്ല, സ്ത്രീകൾക്ക് പുരുഷന്മാരോടും പുരുഷന്മാർക്ക് സ്ത്രീകളോടും അതിനും കാമം എന്ന് പറയും. വസ്തുക്കള്, പദവികള്, എല്ലാറ്റിനോടുള്ള കാമം, ക്രോധം, ഇത് രണ്ടും ഒരാളെ എവിടേക്കെത്തിക്കും? നാശത്തിലേക്ക്, സർവനാശത്തിലേക്ക്, നരകത്തിലേക്കുള്ള 2 വഴികളാണ് കാമവും ക്രോധവും. ഭ്രമിക്കല്ലേ, എല്ലാറ്റിനും ഭ്രമം. എത്ര സുന്ദരികളായിട്ടുള്ള ഭാര്യമാരുണ്ടെന്ന് പറയും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വാൽമീകി രാമായണത്തില് രാവണന്റെ ആ പ്രൗഢി കണ്ടിട്ട് ഹനുമാൻ പോലും സ്തംഭിച്ചിട്ടുണ്ട്. ഹനുമാൻ യാത്ര ചെയ്യണം, ലങ്കയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഹനുമാൻ അവിടെ രാവണന്റെ ആ ഒരു ഗാംഭീര്യം കണ്ടിട്ട് ഇത്രയും സൗന്ദര്യം, നമ്മൾ ശരിക്കും സൗന്ദര്യമൊന്നും ഇല്ലാത്ത വലിയ മനുഷ്യ, അത്രയും രാക്ഷസം എന്ന് പറയുമ്പോൾ അങ്ങനെ സൗന്ദര്യത്തിലായാലും എല്ലാത്തിനും ഗംഭീര്യമാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇതേപോലെ വീഴ്ച വരും. പദവികളൊക്കെ വേണ്ടുന്ന വിധത്തിലല്ല. നമ്മൾ അഹങ്കാരം വരുമ്പോൾ എല്ലാവർക്കും വീഴ്ച വരും. പ്രത്യേകിച്ച് ഇവിടെ ശ്രീരാമൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ശ്രീരാമനും കൂടിയിട്ടാണ് കൊണ്ടുപോയിരുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ലക്ഷ്മീനെയാണ് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പൊ നമ്മള് ഭഗവാനെ ആഗ്രഹിക്കാണ്ട് ലക്ഷ്മിയുടെ പിന്നാലെ പോകുമ്പോ എന്ത് സംഭവിക്കും? ഭഗവാന്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ഗുരുവായൂരപ്പ അത് വേണം ഇത് വേണം, ആരെയും പോയിട്ട് ഗുരുവായൂരപ്പ അങ്ങനെ എനിക്ക് എന്നാ കിട്ടുക, അങ്ങയുടെ അടുത്തേക്ക് എന്നാ വരാൻ പറ്റിയെന്നൊക്കെ ആരെയും ചോദിക്കണ്ട. അങ്ങനെയുള്ള ഭക്തി എനിക്ക് എന്നാ കിട്ടുക എന്ന് ചോദിക്കും ആരെങ്കിലും. അത് തരൂ ഇത് തരൂ, ഇനി ചോദിക്കാത്തതില്ല അല്ലേ. മക്കളുടെ കല്യാണം, ജോലി, പദവികള്, ശാരീരിക സൗഖ്യങ്ങള്, സൗന്ദര്യം, എല്ലാ തരത്തിലും ലിസ്റ്റായിട്ട് പോകും. അപ്പോൾ ഭഗവാന്റെ ലക്ഷ്മീനെയാണ് എല്ലാവർക്കും ആവശ്യം. അതേപോലെ രാവണന് ഭഗവാനെ വേണ്ട, ഭഗവാന്റെ ലക്ഷ്മീനെ മാത്രം മതി. അപ്പൊ അത് നമുക്ക് പഠിക്കാത്തല്ലേ. ലക്ഷ്മണനും ഇതേപോലെ, സീതാദേവിക്കും ഇതേപോലെ കാട്ടിലേക്ക് പോകണമെന്ന് ഒരു നിർബന്ധമല്ല, ആരും പറഞ്ഞിട്ടില്ല അല്ലെ. ശ്രീരാമൻ പോകണമെന്ന് മാത്രമാണ് കൈകേയിയുടെ ആവശ്യം. പക്ഷെ ഇവർക്ക് 2 പേർക്കും പിന്നാക്കം വയ്ക്കാം. പക്ഷെ അവർ പോയത് നോക്കൂ, എന്നിട്ട് ലക്ഷ്മണൻ ചെയ്ത ത്യാഗം നോക്കൂ. 14 വർഷം
ഉറക്കമില്ല, ഭക്ഷണമില്ല. എങ്ങനെ സാധിക്കുന്നു? അവിടെ ത്യാഗല്ലേ കാണുന്നു, സഹനല്ലേ കാണുന്നു നമ്മള്. ആ മേഘനാഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘനാഥൻ എന്ന് പറഞ്ഞാൽ അത്രയും ശബ്ദത്തോട് കൂടിയിട്ടാണ് ആര് ജനിച്ചുള്ളത്? നമ്മുടെ രാവണപുത്രൻ ജനിച്ചിട്ടുള്ളത്. ആ മേഘനാഥനെ രാവണനേക്കാളും ശക്തിയാണ്. ആ മേഘനാഥനെ ഇല്ലാണ്ടാക്കാൻ ഇത്രയും തപസ്, ഇത്രയും ത്യാഗങ്ങൾ ചെയ്യണ വ്യക്തിക്ക് മാത്രം സാധ്യമാവുള്ളൂ. അപ്പൊ ആ ലക്ഷ്മണൻ എപ്പോഴും എങ്ങനെയാണ് ശ്രീരാമനെ സീതാദേവിനെയും കൊണ്ട് നടന്നിരുന്നെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഭരതൻ എന്ന് പറഞ്ഞാല് ഹനുമാനാണോ ഭരതനാണോ ഏറ്റവും കൂടുതൽ ശ്രീരാമനോട് ഭക്തി ആർക്കാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. അത്രയും ഭക്തി അല്ലെ. ശ്രീരാമചന്ദ്രൻ തറയിലിരിക്കുകയാണെങ്കിൽ ഭരതൻ എവിടെയാണ്? അവിടെ കുഴിയിൽ താഴെ ഇരിക്കുള്ളൂ. ഒരു കുഴി ഉണ്ടാക്കിയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ആ ഓക്കെ. അപ്പൊ അങ്ങനെ കുഴിയിൽ ഇരിക്കാനുള്ള വരെ അത്രയും മനസ്സാണ് അവർക്കൊക്കെ. ഭരതനും ശത്രുഘ്നനും ഒക്കെ നമ്മുടെ രാമായണത്തിലെ വലിയ വലിയ കഥാപാത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. അവരെയൊക്കെ നമുക്ക് പഠിച്ച് അതിനെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ കഴിയണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇങ്ങനെയുള്ള രാമായണം, ഭാഗവതം, ഭഗവത്ഗീതയിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചാൽ മാത്രമാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സാധ്യമാവുള്ളൂ. അപ്പോൾ കൂടുതൽ സമയം ആയി, അതുകൊണ്ടാണ് വളരെ ചുരുക്കം സമയമായതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഒരുപാട് പറയാണ്ട് എല്ലാവർക്കും ബോറടിച്ചാ പോകുന്ന മാത്രമല്ലോ. ഹരേ കൃഷ്ണ. അതേപോലെ 2 വാക്ക് പറയാൻ നമ്മുടെ വാത്മീകിനും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആ വാത്മീകി എങ്ങനെയാണോ ആ ഗുരുവിൻ്റെ കൃപ കൊണ്ട് അല്ലേ, ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം, നരജന്മം സഫലമാക്കിയിടുവാൻ. അപ്പോൾ അവിടെ ആ സപ്തർഷികൾ വന്നിട്ട് രാമനാമം പകർന്നു കൊടുത്തു, അത് സ്വീകരിച്ചു. അതോടുകൂടി എങ്ങനെ ഉണ്ടായിരുന്ന രത്നാകരൻ ഈ വാത്മീകിയായിട്ട് മഹർഷിയായിട്ട് മാറിയത്. അതേപോലെ രാമനാമത്തെ നമ്മൾ സ്വീകരിച്ച് എപ്പോഴും ആ നാമം എപ്പോഴും പിരിയാതെ ഇരിക്കണം. എന്തിനെ? നരജന്മം സഫലമാക്കുവാൻ. അപ്പം എല്ലാവരും ഈ തിരുനാമ ജപമാണ് ഈ യുഗധർമ്മമായിട്ട് നമുക്ക്. ഹരിയുടെ നാമജപമാണ് ഈ യുഗത്തിൽ, കലിയുഗത്തിൽ നമ്മുടെ ജന്മം സഫലമാക്കിയിടുവാന്നുള്ളത് ആര് പറഞ്ഞു? പൂന്താനവും എഴുത്തച്ഛനും വാത്മീകിയും ഭഗവാനും എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? സതതം കീർത്തയുണ്ടോ. ഭാഗവതം അതാണ് പറയുന്നത്. നാമസങ്കീർത്തനം യസ്യ സർവപാപം പ്രണാശനം പ്രണാമോ ദുഃഖശമനം സ്തം നമാമി ഹരിപരം. അപ്പോൾ ഹരിയുടെ നാമം എല്ലാവർക്കും ജപിക്കാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ